റമദാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ, ഒരു തരിക്കഞ്ഞി ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളത്. ഇപ്പോഴാണ് അതിനൊരു അവസരം ഒത്തു വന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് തരിക്കഞ്ഞി ചെയ്തതെന്ന് കണ്ടാലോ. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പശു നെയ്യ് ചേർത്തിട്ടുണ്ട്. ഒരു 6-7 കാഷ്യൂനട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ റോസ്റ്റ് ചെയ്ത ശേഷം ഇനിയാണ് നമ്മളുടെ മെയിനായിട്ടുള്ള തരിക്കഞ്ഞിക്ക് നല്ലൊരു സൂപ്പർ ഫ്ലേവർ തരുന്ന ഐറ്റം കേട്ടോ. പകുതി സവാളയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് ഈ നെയ്യിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന രീതിക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ഇനി 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തത്. അതുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. 1 കപ്പ് റവയ്ക്ക് അതേ കപ്പിൽ 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. മധുരത്തിൻ്റെ അളവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചാൽ മതി. ഇനി റവ ഒന്ന് കളർ മാറി വരുമ്പോഴത്തേനും 1 കപ്പ് കട്ടിയുള്ള പശുവും പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതേ കപ്പിൽ തന്നെ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാൽ ഒരുപാട് കട്ടിയായത് കൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്തത്. കട്ടി കുറവുള്ള പാലാണെങ്കിൽ വെള്ളം ചേർക്കണമെന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ അതാ കൈവിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. റവ നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നത് വരെ കൈവിടാത്ത രീതിയിൽ തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണേ. ഇനി അതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും അതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതാ റമദാനിൽ എല്ലാവരുടെ വീട്ടിലും സൂപ്പറായിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കല്ലേ.